നമസ്കാരം. ഇന്നലെ ഞാനൊരു യാത്രയിലായിരുന്നു. തിരുവോണമായിട്ടും ഒരു യാത്ര കടന്നുപോയത് തമിഴ്നാട്ടിലൂടെയാണ്. സെലിംഗം ആരംഭിക്കുന്നു. യാത്രയുടെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. രാവിലെ എനിക്ക് ഒരു സുഹൃത്ത് ഒരു പത്രത്തിന്റെ പരസ്യം അയച്ചു തന്നു. പരസ്യം വായിച്ചപ്പോൾ എനിക്ക് പഴയ പൗലോ കൊയ്ലോ വീണ്ടും ഓർമ്മ വന്നു. ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസയർ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് ഡു ഇറ്റ്. ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ തുറമുഖം വികസിപ്പിക്കുവാൻ, നമ്മുടെ തുറമുഖത്തിന്റെ വളർച്ച. അതിലൂടെ സംസ്ഥാനങ്ങൾ, ഇനിയിപ്പോൾ അങ്ങനെ പറയണം, സംസ്ഥാനങ്ങൾ കേരളം മാത്രമല്ല, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പിന്നെ രാജ്യം മുഴുവൻ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പേര് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ പത്രത്തിൽ 16 പേജ് പരസ്യം വന്നിരിക്കുന്നു. ഞാൻ ഇന്നലത്തെ യാത്ര മുഴുവൻ എന്റെ കണ്ണുകൾ 2 കാര്യങ്ങളിലായിരുന്നു. ഒന്ന്, റോഡിലൂടെ, വളരെ മനോഹരമായ റോഡാണ്, 4 വരി പാതയാണ് മിക്കവാറും. ഇതിലെ പോകുന്നതും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പോകുന്നത്, ഞങ്ങളുടെ അതേ ഡയറക്ഷനിൽ പോകുന്നതുമായ കണ്ടെയ്നറുകൾ, ട്രക്കത്തോണില് കണ്ടെയ്നറുകളുടെ പടം എടുക്കാൻ പറ്റണം. 2, ഇരുവശങ്ങളിലും കാണുന്ന ഭൂമി. അപ്പൊ എനിക്ക് പരിചയമുള്ള പല സ്ഥലങ്ങളും ഞാൻ നോക്കുകയാണ്. നാങ്കുനേരി, പിന്നെ സിപ്കോട്ടിന്റെ ഗംഗൈ കൊണ്ടപുരം, അവിടുത്തെ സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അങ്ങനെ എനിക്ക് ചെറിയ പരിചയമുള്ള ചില സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ നാളെ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളതായിരുന്നു ചർച്ച. തിരിച്ചു വന്നപ്പോൾ പത്രപരസ്യം എന്തായിരുന്നെന്ന് അറിയാമോ? ഒരു നോവൽ വായിക്കുന്നതിനേക്കാൾ കൗതുകത്തോടെയാണ് ഞാൻ ഈ വരണ്ട നിയമ വകുപ്പുകളൊക്കെ വായിച്ചത്. ഇൻഡസ്ട്രീസ്, ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ലാൻഡ് അക്വിസിഷൻ ഓഫീസർ ആൻഡ് സ്പെഷ്യൽ ഡിസ്ട്രിക്ട് റവന്യൂ ഓഫീസർ, ഫോർമേഷൻ ഓഫ് സിപ്കോട്ട്, അടിയുടെ സിമ്പൽ, formation of Sipcote Industrial Park, Marugal Kurichi and Srivara Mangaipuram villages, Nanguneri Taluk, Tirunelveli district. അവിടെ വന്നു കഴിഞ്ഞു, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ലാൻഡ് അക്വിസിഷന് വേണ്ടി വന്നു കഴിഞ്ഞു. ഏകദേശം 2000 ഏക്കർ. അതേസമയത്ത് ഇതിന്റെ അച്ചു നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ, ഇപ്പൊ പഴയ അച്ചില്ലല്ലോ, കമ്പ്യൂട്ടറിൽ ഇതെല്ലാം ലേഔട്ട്, പത്രത്തിന്റെ ലേഔട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിലേക്ക് കടന്നു പോകുന്നു. റോഡ് നോക്കുന്നു, കണ്ടെയ്നർ നോക്കുന്നു, ഇരുവശത്തുമുള്ള ഭൂമി നോക്കുന്നു. ഇവിടെയാണ് പൗലോ കൊയ്ലോ വീണ്ടും നമ്മളെ വല്ലാതെ ഉദ്ദീപിപ്പിക്കുന്നത്. ഞങ്ങൾ കേരള സർക്കാരിനെയൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞല്ലോ. ഇനി കേരള സർക്കാരിന് മറ്റുള്ള ജില്ലകൾക്ക്, എവിടുന്നാണ്, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകൾക്ക് എന്തെങ്കിലും ഈ പ്രോജക്റ്റിന്റെ എന്തെങ്കിലും പ്രയോജനം ലഭിക്കണമെങ്കിൽ തലസ്ഥാനത്ത് വികസനം കൊണ്ടുവരണം, തലസ്ഥാനത്ത് ലാൻഡ് അക്വിസിഷൻ നടത്തണം, തലസ്ഥാനത്ത് വ്യവസായങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ കേരളീയർക്ക് മൊത്തത്തിൽ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, തിരുവനന്തപുരം ജില്ലയിലുള്ളവർ, ഒരുപക്ഷെ കൊല്ലം, പത്തനംതിട്ട, അവർക്കുമുണ്ടല്ലോ ട്രെയിൻ കണക്ടിവിറ്റിയൊക്കെ അവർക്കുമുണ്ട്. ട്രെയിനിൽ പോയി തിരുനെൽവേലി, നങ്കുനേരിയിൽ പോയി ജോലി ചെയ്യാം. പബ്ലിക് നോട്ടീസ് അണ്ടർ സബ്സെക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, നോവൽ വായിക്കുന്നതിനേക്കാൾ താല്പര്യത്തോടെയാണ് ഞാൻ ഈ വരികൾ വായിച്ചത്. പബ്ലിക് നോട്ടീസ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻസ് ഓഫ് ദി തമിഴ്നാട് അക്വിസിഷൻ ഓഫ് ലാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആക്ട് 1997, തമിഴ്നാട് ആക്ട് ഓഫ് 10 ഓഫ് 1999. വിശദാംശങ്ങളാണ്. 16 പേജ് ഉണ്ടായിരുന്നു, പരസ്യം 16 പേജ് ഉണ്ടായിരുന്നു. Under subsection 2 of section 3 of the Tamil Nadu Acquisition of Land for Industrial Purposes Act 1997, Tamil Nadu Act of 10, 1999, notice is hereby given that the lands specified in the schedule and situated in the villages Marugal Kurichi and Srivara Mangaipuram in the taluk of Nanguneri in the district of Tirunelveli
is are required for industrial purposes for formation of Sipcote Industrial Park. മനസ്സിലാവുന്നല്ലോ തമിഴ്നാടിന്റെ വേഗത. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും യൂറോപ്പ് പര്യടനത്തിലാണ്. അതേ സമയത്ത് ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ ഡെലിഗേറ്റ് ചെയ്തിട്ടാണ് അവർ വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത്. 2000 ഏക്കർ ഭൂമി ഏറ്റെടുക്കുവാനുള്ള വിജ്ഞാപനം അവിടെയായി. ഒറ്റുകാർക്കും തുടർന്നും തങ്ങളുടെ പഴയ നിലപാടുകളുമായി മുന്നോട്ട് പോകാം. ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പാണ് തീരുമാനിച്ചത്, വർഷങ്ങളായിട്ടില്ല, മാസങ്ങൾക്ക് മുമ്പ്. ഇനി കേരള സർക്കാരിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇനി തമിഴ്നാട് സർക്കാരിനെയും കർണാടക സർക്കാരിനെയും തെലുങ്കാനയെയും ആന്ധ്രാപ്രദേശിനെയും ഒക്കെ മാത്രമേ നമുക്കിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ ആഗ്രഹിച്ചപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ അധികം യാത്ര നടത്താത്ത ഒരാളാണ്. മുഴുവൻ സമയവും ലാപ്ടോപ്പിലും മൊബൈലിലും ഇരുന്നുകൊണ്ട് ആഗോള കപ്പൽ പാതയും കപ്പലുകളുടെ എണ്ണവും കപ്പലുകൾ പോകുന്നതും വരുന്നതും ഒക്കെ നോക്കിയിരിക്കലാണ് ഏറ്റവും പ്രിയപ്പെട്ട. യാത്രയേക്കാൾ, ഉല്ലാസ കേന്ദ്രങ്ങളെക്കാൾ എനിക്ക് ആനന്ദം നൽകുന്നത് അത്തരം കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ഇന്നലത്തെ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു യാത്ര നടത്തിയതാണ്. ആ യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എതിർവശത്തു കൂടി കടന്നു പോകുന്ന കണ്ടെയ്നറുകളുടെ എണ്ണമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് തൂത്തുക്കുടി പോർട്ടുമായി ബന്ധപ്പെട്ട അതായിരിക്കാം. മേഴ്സ്കിന്റെ കണ്ടെയ്നർ 40 ഫീറ്റ് മേഴ്സ്കിന്റെ കണ്ടെയ്നർ വേറൊരു മേഴ്സ്കിന്റെ കണ്ടെയ്നറിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാഴ്ചയും എനിക്ക് കാണാനുണ്ട്. എല്ലാ കമ്പനികളും ഉണ്ട്, എവർഗ്രീൻ ഉണ്ട്, CMA-CGM ഉണ്ട്. എല്ലാ കമ്പനികളുടെയും കണ്ടെയ്നറുകൾ തുരുതുരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട് എത്ര പരമദയനീയമാണ്. അങ്ങനെ എനിക്ക് പറ്റുന്ന തരത്തിൽ ഫോട്ടോ എടുത്തു. എന്റെ ഫ്രണ്ടിൽ കൂടെ സൈഡിൽ കൂടെ പോകുന്ന എടുക്കാൻ, ഓപ്പോസിറ്റ് പോകുന്ന എടുക്കാൻ പറ്റില്ല. ഫ്രണ്ടിൽ കൂടി പോയതിന്റെ പിന്നാലെ പോയി 3 കണ്ടെയ്നറുകളുടെ ഫോട്ടോ എടുക്കാൻ പറ്റി. അങ്ങനെ ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്തപ്പോൾ 12/6/25 ജൂൺ മാസത്തിൽ ആന്റ്വർപ്പിൽ നിന്ന് പുറപ്പെട്ട കണ്ടെയ്നറാണ്. കപ്പലിന്റെ പേരുമുണ്ട്, എല്ലാം ഉണ്ട്. അത് നേരെ പോകുന്നത് ആന്റ്വർപ്പിൽ നിന്ന്. പിന്നെ അന്വേഷിക്കുമ്പോൾ റിവേഴ്സ്, ഇപ്പൊ ജൂൺ മാസമായില്ല, അതുകൊണ്ട് അവരുടെ റെക്കോർഡെല്ലാം പഴയതായി. അപ്പൊ ഞാൻ മടക്ക യാത്രയിൽ എവിടെയാണ് കയറിയെന്ന് നോക്കിയപ്പോ ടാഞ്ചർമെഡ്, നമുക്കറിയാമല്ലോ ടാഞ്ചർമെഡ് മൊറോക്കോയിലെ പോർട്ട്. പിന്നെ നാബ് ആങ്കർ, എനിക്കത് മനസ്സിലല്ല. നാബ് ആങ്കർ ഇനി കുറച്ചുകൂടെ പരിശോധിക്കണം. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ, ആന്റ്വർപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 2 പോർട്ടിൽ കയറിയതിന്റെ തെളിവ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ 2 പോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ മുണ്ട്രയാണ്. തൂത്തുക്കുടി വരേണ്ട കണ്ടെയ്നറാണ് ആന്റ്വർപ്പിൽ നിന്ന് നേരെ ചുറ്റി മുണ്ട്രയിൽ നിന്ന് ട്രക്കിൽ കയറ്റി തൂത്തുക്കുടി വരുന്നുണ്ടോ? ഇല്ല. 12/6/8 മുണ്ട്രയിലെത്തുന്നത്. അപ്പോൾ 57 ദിവസം. ആന്റ്വർപ്പിൽ നിന്ന് മുണ്ട്രയിലെത്താൻ 57 ദിവസം. അത് കഴിഞ്ഞ് 6/8 മുതൽ പിന്നെ 18/8 കൊളംബോയിൽ കാഴ്ചവെപ്പ് കേന്ദ്രത്തിൽ പോയി, കൊളംബോ. അപ്പോൾ അവിടെ 10 ദിവസം. അത് കഴിഞ്ഞ് 18/8 നിന്ന് പിന്നെ തൂത്തുക്കുടിയിലെത്തുന്നത് 27/8 9 ദിവസം. അങ്ങനെ മൊത്തത്തിൽ 57, 67, 76 ദിവസം. ആന്റ്വർപ്പ് ട്യൂറ്റിക്കോറിൻ യാത്രയ്ക്ക് 67 ദിവസം. ഇങ്ങനെ ഞാനിനി അതിനെക്കുറിച്ച് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ഇത്രയും ദിവസം വൈകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാം. ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ കണ്ടെയ്നറിനെയാണ് 27/8 തൂത്തുക്കുടിയിൽ വന്ന കണ്ടെയ്നറിനെയാണ് 5-ാം തീയതി പുറത്തു വെച്ച് കാണുന്നത്. ഒന്നുകിൽ പോർട്ടിൽ നിന്ന് പുറത്തു പോകുന്നതാവാം, ഇല്ലെങ്കിൽ അത് വീണ്ടും ലോഡ് ചെയ്തിട്ട് തിരിച്ചു പോർട്ടിലോട്ട് പോകുന്നതാവും. അതിനെക്കുറിച്ച് എനിക്ക് ട്രാക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല. എന്തായാലും ഇത്രയും ദിവസം വൈകുന്നതല്ല. ആന്റ്വർപ്പിൽ നിന്ന് തൂത്തുക്കുടി വരേണ്ട കണ്ടെയ്നർ നേരെ പോകുന്നത് മുണ്ട്രയിലോട്ടാണ്. എത്ര അകലെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അകലം. നമ്മുടെ ബർമുഡ പോലുള്ള ഒരു യാത്രയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ മുമ്പിൽ കൂടി കൊളംബോയിലോട്ട് പോകുന്നു. കൊളംബോയിൽ നിന്ന് വീണ്ടും തൂത്തുക്കുടിയിലോട്ട് പോകുന്നു. ഇത് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം, ഇതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഒരു വേദനയായി തോന്നുകയുള്ളൂ. ഇന്നലെയും സെയിലിംഗ് കമന്ററിയിൽ ഒരു നാണവുമില്ലാതെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർ വന്നിരുന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്.
ഞങ്ങൾ ഇനി അതൊന്നും കാര്യമാക്കുന്നില്ല. ഇനി നിങ്ങൾ ഈ രാജ്യത്തെ തുടർന്നും ഒറ്റുകൊടുക്കുന്ന ചാരന്മാര് തന്നെയാണ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ തന്നെയാണ് പിന്നെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് തുടരുക. കാരണം ഇത് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഡെമോക്രാറ്റിക് മഹത്തായ രാജ്യമാണ്. അതുകൊണ്ട് ആർക്കും ഏത് ചാരനും ഏത് ചാരപ്പണിക്കും സ്വാതന്ത്ര്യമുണ്ട് അവസാനം പിടികൂടുന്നത് വരെ. അതുകൊണ്ട് നിങ്ങൾ തുടരുക. ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ യാത്ര സാർത്ഥ വാഹക സംഘം അവരുടെ യാത്രയുമായി മുന്നോട്ട് പോകും.